തുടർഭരണമോ ഭരണമാറ്റമോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകി ഇന്ന് കേരളം വിധിയെഴുതും. അടിക്കടി രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്ന പ്രചരണത്തിനൊടുവിൽ വിധി നിശ്ചയിക്കുന്നത് 2.71 കോടി വോട്ടർമാർ. അടിയൊഴുക്കുകളും നിശബ്ദ വോട്ടർമാരുടെ മനസ്സിലിരിപ്പും ആർക്ക് അനുകൂലമെന്ന ആശങ്കയാണ് മുന്നണികൾക്ക്. 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി തുടർഭരണം പ്രതീക്ഷിക്കുകയാണ് ഇടതുമുന്നണി. എന്നാൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അനുകൂലമാകുമെന്നും ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. നിയമസഭയിൽ ഒരിക്കൽ പൂട്ടിപ്പോയ അക്കൗണ്ട് തുറക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. പൊള്ളുന്ന ചൂടാണെങ്കിലും ഇത്തവണ പോളിംഗ് ശതമാനം 85-ന് മുകളിലെത്തിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമം. ഉത്സവ പ്രതീതിയിലാണ് വോട്ടെടുപ്പ്. 24 ഓക്സിലറിയിലടക്കം 30,495 ബൂത്തുകൾ സജ്ജമാക്കി. രാവിലെ 6:30 മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് സംസ്ഥാനത്തെ പല ബൂത്തുകളിലും കണ്ടുവന്നത്. വൈകിട്ട് 6 മണിവരെയാണ് പോളിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, PK കുഞ്ഞാലിക്കുട്ടി, മന്ത്രി PA മുഹമ്മദ് റിയാസ്, NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ, ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, പൃഥ്വിരാജ്, ഭാര്യ സുപ്രിയ മേനോൻ, സുരേഷ് ഗോപി ഉൾപ്പെടെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് LDF നേതാക്കളും ഭരണമാറ്റം ഉണ്ടാകുമെന്ന് UDF നേതാക്കളും അവകാശപ്പെട്ടു. പോളിംഗ് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടികൾ. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ പ്രചാരണ പരിപാടികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തുണ്ടായിരുന്നു. കന്നി വോട്ടർമാരെ മധുരം നൽകിയാണ് സ്വീകരിക്കുക. വൈകിട്ട് 6 മണിവരെ ക്യൂവിലുള്ള എല്ലാവർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവാദമുണ്ടാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.75% പോളിംഗ്. അതേസമയം ഇത്തവണ 100-ലേറെ സീറ്റുമായി UDF അധികാരത്തിലെത്തുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ജനം പ്രബുദ്ധരാണെന്നും എല്ലാം കൃത്യമായി നിരീക്ഷിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. കേസരി ബാലകൃഷ്ണ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ 135-ാം ബൂത്തിൽ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഫുൾ കോൺഫിഡൻസിലാണ് പേരാവൂരിലെ UDF സ്ഥാനാർത്ഥി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വോട്ട് ചെയ്യാൻ എത്തിയത്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് 4-ലാണ് സണ്ണി ജോസഫ് കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയത്. ഫുൾ കോൺഫിഡൻസിലാണെന്നും കേരളത്തിൽ UDF തരംഗമാണെന്നും UDF 100 സീറ്റിലധികം നേടുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ UDF അനുകൂല തരംഗം ആവർത്തിക്കുമെന്നും പേരാവൂരിൽ ഞാൻ 3 പ്രാവശ്യം ജയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. 4ാമതും ജയിക്കും. സർവേയിൽ ഞാൻ തോൽക്കുമെന്ന് കണ്ടു. ജനങ്ങളുടെ സർവേ എനിക്കറിയാമെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന അതീവ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വ്യക്തമാക്കി. കാരണം വികസിത കേരളത്തിലേക്ക് നല്ല ചുവട് വെച്ച് നിൽക്കുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ എല്ലാ മേഖലയിലും കൈവരിക്കാൻ സാധിച്ചു. അത് തുടരണം. വികസനത്തിന് ഇടവേള ഉണ്ടാകരുത്. ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നത് വികസന തുടർച്ചയ്ക്ക് LDF അധികാരത്തിൽ വരണമെന്നാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി കണ്ടറിയാം കേരളം ആഗ്രഹിക്കുന്നത് ഭരണമാറ്റമാണോ തുടർഭരണമാണോ എന്ന്.